നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പിനൊരുങ്ങി കാസർഗോഡ്. വിധിയെഴുത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത് 11,12,190 പേർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. കാസർഗോഡ് ജില്ലയിൽ വോട്ടെടുപ്പിനായുള്ള സാമഗ്രികളുടെ വിതരണം നടന്നു. ഭിന്നശേഷിക്കാർക്കായി റാമ്പ് സൗകര്യം, മോണിറ്ററിംഗ് സിസ്റ്റം. ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തുകളിലും ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സൗകര്യങ്ങൾ. കാസർഗോഡ് ബന്ദിയോട് സ്വദേശിയെ ദുബായിൽ കടൽ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. 2 പേരെ ദുബായ് പോലീസ് കസ്റ്റഡിയിലെടുത്തതായി വിവരം. കോൺഗ്രസിന്റെ പ്രധാന ശത്രു CPIM അല്ല, മുസ്ലിം ലീഗ് എന്ന് കോൺഗ്രസ് നേതാവ്. വീഡിയോ പ്രചരിച്ചത് കാസർഗോഡ് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. പാലിക്കാട് പുതിയപുര തറവാട്ടിൽ വയനാട്ട് കുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിനായുള്ള ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പന്നിക്ക് പിന്നാലെ മുള്ളൻ പന്നിയും. മൊഗ്രാൽ വലിയനാങ്കി റോഡിലെ K മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടെ പറമ്പിലെ 15ഓളം തെങ്ങിൻ തൈകൾ മുള്ളൻ പന്നി നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തിരഞ്ഞെടുപ്പിനൊരുങ്ങി കാസർഗോഡ്. വിധിയെഴുത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. 11,12,190 വോട്ടർമാരാണ് ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇതിൽ 5,24,022 പേർ പുരുഷന്മാരും 5,88,156 പേർ വനിതകളുമാണ്. 12 ട്രാൻസ്ജെൻഡേഴ്സും ജില്ലയിൽ വോട്ടർമാരായുണ്ട്. 129 പ്രവാസി വോട്ടർമാർക്കും ജില്ലയിൽ വോട്ടവകാശമുണ്ട്. ഇലക്ഷന്റെ സുഗമമായ നടത്തിപ്പിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂമിന്റെ സേവനവും ഉണ്ടാകും. കാസർഗോഡ് ജില്ലയിൽ ആകെ 38 ഗ്രാമപഞ്ചായത്തുകൾ, 3 മുനിസിപ്പാലിറ്റികൾ, 6 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 1 ജില്ലാ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടെ 48 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ ആകെ 725 വാർഡുകളിലേക്കായി 1242 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. നഗരസഭകളിൽ 120 വാർഡുകളിലേക്കായി 128 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആകെ 1370 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൽ 92 ഡിവിഷനുകളിലേക്ക്, ജില്ലാ പഞ്ചായത്തിൽ 18 ഡിവിഷനുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. ഇത്തരത്തിൽ ആകെ 955 ഇടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 11,12,190 വോട്ടർമാരാണ് ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇതിൽ 5,24,022 പേർ പുരുഷന്മാരും 5,88,156 പേർ വനിതകളുമാണ്. 12 ട്രാൻസ്ജെൻഡേഴ്സും ജില്ലയിൽ വോട്ടർമാരായുണ്ട്. 129 പ്രവാസി വോട്ടർമാർക്കും ജില്ലയിൽ വോട്ടവകാശമുണ്ട്. 11 രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് രേഖപ്പെടുത്തുവാനുള്ള സമയം. വൈകിട്ട് 6 മണിക്ക് ക്യൂവിൽ നിൽക്കുന്ന മുഴുവൻ വോട്ടർമാർക്കും ടോക്കൺ നൽകി വോട്ട് ചെയ്യുവാൻ അവസരം നൽകും. ജില്ലയിലാകെ 119 പ്രശ്നബാധിത ബൂത്തുകളാണ് നിർണയിച്ചിട്ടുള്ളത്. പ്രശ്നബാധിത ബൂത്തുകളിൽ കെൽട്രോൺ മുഖേന വെബ്കാസ്റ്റിംഗ് നടപടികൾ പൂർത്തീകരിച്ചു വരുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ജില്ലാതല മോണിറ്ററിംഗ് സെന്റർ പ്രവർത്തിക്കും. ജില്ലയിലാകെ 2,855 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ 1,382 പുരുഷന്മാരും 1,473 സ്ത്രീകളുമാണ്. ജില്ലാ പഞ്ചായത്തിൽ 62 സ്ഥാനാർത്ഥികളും, ബ്ലോക്ക് പഞ്ചായത്തിൽ 293 സ്ഥാനാർത്ഥികളും, ഗ്രാമപഞ്ചായത്തിൽ 2,167 സ്ഥാനാർത്ഥികളും, മുനിസിപ്പാലിറ്റികളിൽ 333 സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത്. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമായും നീതിയുക്തമായും നടത്തുന്നതിന് പൊതുജനങ്ങളുടെ പങ്കാളിത്തം വേണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. ജില്ലയിലെ സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി 13 DYSPമാർ, 29 ഇൻസ്പെക്ടർമാർ, 184 SI, ASIമാർ, 2100 SPO, CPOമാർ കൂടാതെ 467 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും നിയമിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി അറിയിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും ഒരു കമ്പനി കേന്ദ്രസേനയും എത്തിയിട്ടുണ്ട്. ക്രമസമാധാനം നിലനിർത്തുന്നതിനായി ഓരോ പോലീസ് സ്റ്റേഷൻ തലത്തിലും ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സും 8 ഇലക്ഷൻ സബ് ഡിവിഷൻ തലത്തിലും ജില്ലാതലത്തിലും പല സ്ട്രൈക്കിംഗ് ഫോഴ്സുകളും പ്രവർത്തിക്കും. ജില്ലയിൽ 436 ബൂത്തുകൾ സെൻസിറ്റീവ് ബൂത്തുകളായും 97 ബൂത്തുകൾ ക്രിട്ടിക്കൽ ബൂത്തുകളായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ മേഖലയിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കും. പ്രശ്നബാധിത മേഖലകളിൽ റൂട്ട് മാർച്ചുകളും പോലീസ് നടത്തി.
ഇലക്ഷന്റെ സുഗമമായ നടത്തിപ്പിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂമും പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. കാസർഗോഡ് ജില്ലയിൽ വോട്ടെടുപ്പിനായുള്ള സാമഗ്രികളുടെ വിതരണം നടന്നു. പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ ബൂത്തുകളിലെത്തി വോട്ടിങ്ങിനായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പോളിംഗ് സാമഗ്രികളുടെ നിരവധി വിതരണ സ്വീകരണ കേന്ദ്രങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിതരണ സ്വീകരണ കേന്ദ്രം കാസർഗോഡ് ഗവൺമെന്റ് കോളേജാണ്. രാവിലെ തന്നെ ഇവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ ബൂത്തുകളിലെത്തുകയും വോട്ടിങ്ങിനായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിതരണ സ്വീകരണ കേന്ദ്രം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളാണ്. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിതരണ സ്വീകരണ കേന്ദ്രം BAR ഹയർ സെക്കൻഡറി സ്കൂൾ ബോവിക്കാനവും, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിതരണ സ്വീകരണ കേന്ദ്രം കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിതരണ സ്വീകരണ കേന്ദ്രം പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജുമാണ്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലെ വിതരണ സ്വീകരണ കേന്ദ്രം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരപ്പയാണ്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ വിതരണ സ്വീകരണ കേന്ദ്രം ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും, നീലേശ്വരം നഗരസഭയുടെ വിതരണ സ്വീകരണ കേന്ദ്രം നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ്. കാസർഗോഡ് നഗരസഭയുടെ വിതരണ സ്വീകരണ കേന്ദ്രം കാസർഗോഡ് ഗവൺമെന്റ് കോളേജാണ്. 6 ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും 3 മുനിസിപ്പാലിറ്റി തലത്തിലുമായി ആകെ 9 സ്വീകരണ വിതരണ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും അതത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റികൾക്ക് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് രാവിലെ 10 മണി മുതലാണ് പോളിംഗ് സാമഗ്രികളുടെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും വിതരണം ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപേയായി ഈ പ്രവൃത്തി പൂർത്തീകരിച്ചു. പോളിംഗിന് ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ 20% അധികം ജീവനക്കാരെ കരുതിയിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിവസം ഇത് 5% ചുരുങ്ങും. ആകെ പോളിംഗ് ഉദ്യോഗസ്ഥർ 6584 ആണ്. പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി 207 ബസ്, 111 മിനി ബസ്, 69 ട്രാവലർ, 32 ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നിങ്ങനെ ആകെ 689 വാഹനങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭിന്നശേഷിക്കാർക്കായി റാമ്പ് സൗകര്യം, മോണിറ്ററിംഗ് സിസ്റ്റം. ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തുകളിലും ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സൗകര്യങ്ങളാണ്. അഗ്നിരക്ഷാ ശമന സേനയുടെയും പോലീസ് സേനയുടെയും സേവനങ്ങളും ഓരോ ബൂത്തുകളിലും ലഭ്യമാകും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ പോളിംഗ് ബൂത്തുകളിലും പ്രാഥമിക ശുശ്രൂഷ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതായി ജില്ലാ ഇലക്ഷൻ വിഭാഗം അറിയിച്ചു. ഇതിനു പുറമെ ഭിന്നശേഷിക്കാർക്കായി റാമ്പ് സൗകര്യം, എല്ലാ ബൂത്തുകളിലും കുടിവെള്ള സൗകര്യവും ലൈറ്റ് തുടങ്ങിയ അസൗകര്യങ്ങൾ നിലനിൽക്കുന്നിടത്ത് പോളിംഗ് ബൂത്ത് പരിസരത്തടക്കം അധിക ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അഗ്നിരക്ഷാ ശമന സേനയുടെയും പോലീസ് സേനയുടെയും സേവനങ്ങളും ലഭ്യമാക്കും. പ്രശ്നബാധിത ബൂത്തുകളിലേക്ക് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടറുടെ അടക്കം പ്രത്യേക ശ്രദ്ധ എത്തിച്ചേരുന്ന വിധത്തിലുള്ള മോണിറ്ററിംഗ് സിസ്റ്റം പ്രവർത്തിക്കും. 6 മണിക്ക് ശേഷം വോട്ട് ചെയ്യുന്നതിന് നിലവിൽ എത്തിച്ചേർന്നവർക്ക് മാത്രമായിരിക്കും അവസരം. വോട്ട് രേഖപ്പെടുത്തുവാനെത്തുന്ന വോട്ടർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച 8 തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം. വോട്ടിംഗ് സുഗമമാക്കുന്നതിനും വ്യാജ വോട്ടുകൾ തടയുന്നതിനും വേണ്ടിയാണ് കമ്മീഷൻ ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വോട്ടർ ID കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തിരിച്ചറിയൽ രേഖയായി സമർപ്പിക്കാം. കൂടാതെ ഫോട്ടോ പതിച്ച SSLC ബുക്ക്, തെരഞ്ഞെടുപ്പ് തീയതിക്ക് കുറഞ്ഞത് 6 മാസം മുൻപ് നൽകിയ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിന്റെ ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന താൽക്കാലിക ID കാർഡ് എന്നിവയും തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള പഞ്ചായത്ത് 22-ാം വാർഡ് മാട്ടംകുഴി LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി തിരിച്ചുപിടിക്കുമെന്ന് വാർഡ് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ. 20 വർഷം മുൻപ് തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ പഞ്ചായത്തംഗം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊന്നും വാർഡിൽ ഇന്ന് കാണാനില്ലെന്നും പാർട്ടി പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയേക്കാൾ കേവലം 80 വോട്ടുകൾക്ക് മാത്രമാണ് LDF പിന്നിലായിരുന്നതെന്നും ആ സാഹചര്യം ഇന്നില്ലെന്നും കുമ്പള പ്രസ് ഫോറത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വാർഡ് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കോവിഡ് കാലത്ത് UDF പ്രവർത്തകൻ മറ്റ് വാർഡുകളിൽ നിന്നും കൊണ്ടുവന്ന് വോട്ടർ ലിസ്റ്റിൽ തിരുകി കയറ്റിയ 250ഓളം വോട്ടുകൾ ഈ വർഷം നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്.
കൂടാതെ വാർഡ് വിഭജനത്തിലൂടെ മറ്റ് വാർഡുകളിൽ നിന്നും ധാരാളം ഇടതുപക്ഷ വോട്ടുകൾ പുതുതായി 22-ാം വാർഡിൽ ചേർക്കപ്പെട്ടിട്ടുമുണ്ട്. ഇത് രണ്ടും LDFിന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മാട്ടൻകുഴി വാർഡിലേക്ക് മറ്റു വാർഡുകളിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ ചേർക്കുകയും അതിൽ കൂടുതൽ UDFിന്റെ വോട്ടുകളാണെന്നുള്ളത് നമുക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. പക്ഷെ ആ കൊറോണ സമയത്ത് അത് കൃത്യമായി പരിശോധിക്കാതെയാണ് വന്നത്. പിന്നീട് രണ്ടാമത്തെ ഒരു റിന്യൂവൽ കൂടി വന്നപ്പോൾ പുതുക്കി വന്നപ്പോൾ അതിലൊരു 70 വോട്ടുകൾ പിന്നീട് ഡിലീറ്റായി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വന്നിട്ടുള്ള വാർഡിൻ്റെ വോട്ടർ ലിസ്റ്റ് പട്ടിക പ്രകാരം മാട്ടൻകുഴി വാർഡിൽ ഏകദേശം 250 വോട്ടുകൾ ഡിലീറ്റ് ചെയ്തിട്ടാണ് പുതിയ വാർഡുകൾ വന്നത്. അപ്പോൾ ഈ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നത് അവിടെ ഉള്ള വോട്ടുകളെ തള്ളിയതല്ല, അവിടെ താമസിക്കാത്ത ആൾക്കാർ, സ്ഥിരതാമസം ഇല്ലാത്ത ആൾക്കാർ, വേറെ സ്ഥലത്തേക്ക് താമസം മാറിപ്പോയ ആൾക്കാർ, അതുകൂടാതെ മരിച്ചുപോയതും മറ്റു വിഷയങ്ങളും എടുത്തുകൊണ്ട് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത ആൾക്കാരടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 250 വോട്ടുകൾ ഡിലീറ്റ് ചെയ്തത്. LDF വാർഡ് കൺവീനർ മുനീർ, തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഇർഷാദ് ചാക്കോ, അഡ്വക്കേറ്റ് ഉദയകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബന്ദിയോട് സ്വദേശിയെ ദുബായിൽ കടൽ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. പഞ്ചത്തൊട്ടിയിലെ ഹസൈനാർ സഫിയ ദമ്പതികളുടെ ഏകമകൻ മുഹമ്മദ് ഷെഫീഖാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് യുവാവ് മരിച്ചതായുള്ള വിവരം നാട്ടിൽ ലഭിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉപ്പള പൈവളികെ ബള്ളൂർ സ്വദേശികളായ 2 പേരെ ദുബായ് പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. ദുബായ് പോർട്ട് റാഷിദ് കടൽ തീരത്താണ് മുഹമ്മദ് ഷെഫീഖിന്റെ മൃതദേഹം കാണപ്പെട്ടതെന്നാണ് ബന്ധുക്കൾക്ക് നാട്ടിൽ വിവരം ലഭിച്ചത്. ബർദുബയിൽ താമസിച്ച് സ്കൂളിൽ അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു മുഹമ്മദ് ഷെഫീഖ്. 8 മാസം മുൻപാണ് നാട്ടിലെത്തി തിരികെ പോയത്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഷെഫീഖ് വീട്ടിലേക്ക് അവസാനമായി ഫോണിൽ വിളിച്ചത്. അതിനുശേഷം വീട്ടുകാർ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമം നടത്തിയെങ്കിലും ഷെഫീഖിന്റെ ഫോൺ പ്രവർത്തനരഹിതമായിരുന്നു. ഡിസംബർ 4 രാത്രി മുഹമ്മദ് ഷെഫീഖും കൂടെ താമസിക്കുന്ന 2 പേരും തമ്മിൽ വാക്തർക്കമുണ്ടായിരുന്നതായി പറയുന്നു. ഇതിനുശേഷം താഴത്തെ നിലയിലേക്ക് പോയ ശേഷം മുഹമ്മദ് ഷെഫീഖ് തിരിച്ചെത്തിയിരുന്നില്ലെന്ന് പറയുന്നു. അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മൃതദേഹം കടലിൽ കാണപ്പെട്ടത്. സംഭവത്തിൽ ഉപ്പള പൈവളികെ ബള്ളൂർ സ്വദേശികളായ 2 പേരെ ദുബായ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണെന്നാണ് വിവരം. ചിലരുമായുള്ള പണമിടപാട് കണക്ക് ഷെഫീഖ് ഡയറിയിൽ നേരത്തെ തന്നെ കുറിച്ചു വെച്ചിരുന്നു. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഷെഫീഖിനെ കൊലപ്പെടുത്തിയെന്ന സംശയമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന വിശദീകരണം. അബ്ദുൽ റഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കോൺഗ്രസിന്റെ പ്രധാന ശത്രു CPIM അല്ല മുസ്ലിം ലീഗ് എന്ന് കോൺഗ്രസ് നേതാവ്. കോൺഗ്രസ് ചെങ്കള മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ റസാഖാണ് ഒരു യോഗത്തിൽ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ കാസർഗോട്ട് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. UDFിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ CPIM അല്ല. CPIMനേക്കാൾ ഏറെ ശത്രു ലീഗാണ് എന്ന അഭിപ്രായ പ്രകടനമാണ് കോൺഗ്രസ് ചെങ്കള മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ഒരു യോഗത്തിൽ വെച്ച് നടത്തിയത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ കാസർഗോട്ട് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ എന്റേതായ രൂപത്തിൽ ചില ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ UDFിന്റെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു ശത്രു എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ CPIM അല്ല. CPIMനേക്കാൾ ഏറെ ശത്രു നമുക്ക് ലീഗാണ്. ഞാൻ പച്ചയ്ക്ക് തുറന്നു പറയും. ഘടകകക്ഷിയായ ലീഗിനെ ശത്രുവായി കാണുന്ന നിലപാട് എന്തിനാണെന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിക്കുന്ന ഈ ദൃശ്യത്തിന് കമന്റായി പലരും ചോദിക്കുന്നത്. എന്നാൽ 6 മാസം മുൻപ് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണിതെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനായി പ്രചരിപ്പിക്കുകയാണെന്നുമാണ് കോൺഗ്രസ് നൽകുന്ന വിശദീകരണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചെങ്കളയിൽ കോൺഗ്രസും ലീഗും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഈ വീഡിയോ ഇപ്പോൾ പ്രചരിപ്പിച്ചതിലൂടെ വ്യക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബാരിക്കാട് പുതിയപുര തറവാട്ടിൽ വയനാട്ട് കുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിനായുള്ള ആഘോഷ കമ്മിറ്റി രൂപവൽക്കരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു.
ബാരിക്കാട് പുതിയപുര തറവാട്ടിൽ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം ഏപ്രിൽ 24, 25, 26 തീയതികളിൽ നടക്കും. തെയ്യംകെട്ട് മഹോത്സവം വിപുലമായ രീതിയിൽ നടത്തുന്നതിനായി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. BK കുട്ടി അധ്യക്ഷത വഹിച്ചു. രാജൻ പെരിയ, നാരായണൻ ചൂരിക്കോട്, കുഞ്ഞിക്കണ്ണൻ ബേടകം, കാമലോൻ ദാമോദരൻ നായർ, KV ബാലകൃഷ്ണൻ ഉദുമ, കാമലോൻ കുഞ്ഞികൃഷ്ണൻ നായർ കാട്ടുകൊച്ചി, ബാരിക്കാട് തന്ത്രി രത്തൻകുമാർ കാമാട എന്നിവർ സംസാരിച്ചു. രാജൻ പെരിയ, നാരായണൻ ചൂരിക്കോട്, കുഞ്ഞിക്കണ്ണൻ ബേടകം, കാമലോൻ ദാമോദരൻ നായർ, KV ബാലകൃഷ്ണൻ ഉദുമ, കാമലോൻ കുഞ്ഞികൃഷ്ണൻ നായർ കാട്ടുകൊച്ചി, ബാരിക്കാട് തന്ത്രി രത്തൻകുമാർ കാമട എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി അനിൽകുമാർ നീർച്ചാലിനെ ചെയർമാനായും BK കുട്ടി ബേവിഞ്ച, CV സുരേഷ് എന്നിവരെ വർക്കിംഗ് ചെയർമാൻമാരായും CV കൃഷ്ണനെ ജനറൽ കൺവീനറായും തിരഞ്ഞെടുത്തു. തെയ്യംകെട്ടിൻ്റെ ഭാഗമായി ഏപ്രിൽ 2 കൂവം അളക്കലും 23 കലവറ നിറയ്ക്കലും നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പന്നിക്ക് പിന്നാലെ മുള്ളൻ പന്നിയും കൃഷി നശിപ്പിക്കുവാൻ തുടങ്ങിയതോടെ മൊഗ്രാലിലെ കർഷകർ ദുരിതത്തിൽ. മൊഗ്രാൽ വലിയനാങ്കി റോഡിലെ K മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടെ പറമ്പിൽ 3 വർഷം മുൻപ് നട്ടുപിടിപ്പിച്ച 15ഓളം തെങ്ങിൻ തൈകളാണ് കഴിഞ്ഞ ദിവസം രാത്രി മുള്ളൻ പന്നി നശിപ്പിച്ചത്. പന്നിക്ക് പിന്നാലെ മുള്ളൻ പന്നിയും വ്യാപകമായ രീതിയിൽ കൃഷികൾ നശിപ്പിക്കുവാൻ തുടങ്ങിയതോടെ മൊഗ്രാലിലെ കർഷകർ നേരിടുന്നത് കടുത്ത ദുരിതം. മൊഗ്രാൽ വലിയനാങ്കി റോഡിലെ K മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടെ പറമ്പിൽ 3 വർഷം മുൻപ് നട്ടുപിടിപ്പിച്ച 15ഓളം തെങ്ങിൻ തൈകളാണ് കഴിഞ്ഞ ദിവസം രാത്രി മുള്ളൻ പന്നി നശിപ്പിച്ചത്. തെങ്ങിൻ തൈകളുടെ അടിവേരിളക്കി തൈകൾ മറിച്ചിട്ടാണ് നശിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മൊഗ്രാലിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ രീതിയിൽ പന്നികളുടെ ആക്രമണമുണ്ടായിരുന്നു. വീട്ടുപറമ്പിലെ വാഴകളാണ് അന്ന് നശിപ്പിച്ചത്. അന്ന് പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന ആക്ഷേപം ശക്തമാണ്. കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യം തടയുവാൻ ഒരുപാട് പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കർഷകരുടെ സംരക്ഷണത്തിന് ഉപകരിക്കുന്നില്ലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. കൃഷിനാശം തടയുവാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടും K മുഹമ്മദ് കുഞ്ഞി മാഷ് കുമ്പള കൃഷിഭവനിലും വില്ലേജ് ഓഫീസിലുമെത്തി പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ബലമായി മദ്യം നൽകിയ ശേഷം പീഡനത്തിനിരയാക്കിയതായി പരാതി. സംഭവത്തിൽ 2 ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ചിറ്റാരിക്കാൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ P പ്രവീൺ എന്ന ധനേഷ്, MK രാഹുൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏകദേശം 5:45ഓടെയാണ് നാടിനെ ഞെട്ടിച്ച സംഭവമുണ്ടായത്. വീട്ടിലേക്ക് പോകുന്നതിനായി വാഹനം കാത്തുനിന്നിരുന്ന 29-കാരിയായ യുവതിയെ ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ് പ്രതികളിൽ ഒരാളായ ധനേഷ് കാറിൽ കയറ്റുകയായിരുന്നു. യുവതിക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറക്കാതെ കാർ മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചുവിട്ടു. അവിടെ വെച്ച് കാറിനുള്ളിൽ നിന്ന് ബലമായി മദ്യം കുടിപ്പിച്ച ശേഷം ധനേഷ് പീഡിപ്പിച്ചുവെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. ധനേഷ് ഫോൺ വിളിച്ച് രണ്ടാമത്തെ പ്രതിയായ രാഹുലിനെ സ്ഥലത്ത് വരുത്തുകയും തുടർന്ന് 2 പേരും ചേർന്ന് പീഡനം തുടരുകയായിരുന്നുവെന്നും യുവതി നൽകിയ മൊഴിയിൽ പറയുന്നു. യുവതി ശക്തമായി എതിർക്കുകയും ബഹളം വെച്ചതോടെയും പ്രതികൾ രാത്രി 7 മണിയോടെ റോഡിൽ ഇറക്കിവിട്ട് രക്ഷപ്പെടുകയായിരുന്നു. യുവതി വീട്ടിലെത്തി ബന്ധുക്കളോട് വിവരം അറിയിച്ചതിനെ തുടർന്ന് കുടുംബം യുവതിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ വെച്ച് നടത്തിയ മെഡിക്കൽ പരിശോധനയ്ക്കും മൊഴിയെടുക്കലിനും ശേഷം ചിറ്റാരിക്കാൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ 2 ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും അറസ്റ്റ് ചെയ്തത്. കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചിറ്റാരിക്കാൽ CI A അനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവരെ ഹൊസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാമചന്ദ്രറാവു മെമ്മോറിയൽ ഗവൺമെന്റ് UP സ്കൂൾ കീക്കാനിൽ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ സെൽഫി പോയിന്റ് ഒരുങ്ങി. പ്രവാസി വ്യവസായി രാജൻ പൂച്ചക്കാട് ഉദ്ഘാടനം ചെയ്തു. രാമചന്ദ്രറാവു മെമ്മോറിയൽ ഗവൺമെന്റ് UP സ്കൂൾ കീക്കാനിൽ അക്കാദമിക മാസ്റ്റർ പ്ലാനിലെ 17ാമത്തെ പ്രൊജക്റ്റായ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ ഒരുക്കിയ സെൽഫി പോയിന്റ് പ്രവാസി വ്യവസായി രാജൻ പൂച്ചക്കാട് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹവും നമ്മുടെ സതീശനും ലത്തീഫും ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോടൊരു കാര്യം പറയും, ഇങ്ങനെ ഞങ്ങളുടെ കുറേ പരിപാടികൾ ഉദ്ഘാടനം കഴിഞ്ഞു, ഇനി അക്കാദമിക് ലെവലിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത്, അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയുമായിട്ട് ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്.
അപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെയ്യാമെന്നാണ് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു സ്മാർട്ട് ക്ലാസ് റൂം ഒരു 3 ചെയ്യേണ്ടിയിരുന്നു. അതിൽ അതിൽ പ്രോമിസ് ആയിട്ടുണ്ട്, ബാക്കി 2 ബാക്കിയുണ്ട്. പിന്നെ കുറച്ച് പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളും എന്നോട് സംസാരിക്കുകയുണ്ടായി. പ്രഥമാധ്യാപകൻ KM ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് പ്രശാന്ത അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ സതീഷ് കാവടി, സത്യം പൂച്ചക്കാട്, രവിവർമ്മൻ മാസ്റ്റർ, നാരായണൻ K, ലത്തീഫ്, അഷ്റഫ് KM, വിമല, പ്രീതി വിജയൻ, ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഷീന EK നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗുരുശിഷ്യ ഹസ്തശില്പ പ്രശിക്ഷൺ പ്രോഗ്രാം തെയ്യം മുഖരൂപ നിർമ്മാണ പരിശീലനത്തിന് സമാപനമായി. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്കായാണ് പരിശീലനം നൽകിയത്. ഗുരുശിഷ്യ ഹസ്തശില്പ പ്രശിക്ഷൺ പ്രോഗ്രാം തെയ്യം മുഖരൂപ നിർമ്മാണ പരിശീലനം 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്കായാണ് സംഘടിപ്പിച്ചത്. 50 ദിവസം നടന്ന പരിശീലന പരിപാടി രാവിലെ 10 മണി മുതൽ ആരംഭിച്ച് വൈകുന്നേരം 4 മണി വരെയായിരുന്നു. തെയ്യത്തെക്കുറിച്ചുള്ള കഥകളും ചരിത്രങ്ങളും ഇവിടെ സ്വായത്തമാക്കി കൊടുക്കുന്നു. ആദ്യം ചിത്രങ്ങൾ വരയ്ക്കാൻ പഠിപ്പിച്ചതിന് ശേഷം അത് മരത്തിൽ കൊത്തിയെടുക്കുന്നു. ശേഷം അതിൽ മുഖത്തെഴുത്ത്, തലച്ചമയങ്ങളും കളർ ചെയ്യുന്നു. 10 തെയ്യങ്ങളുടെ മുഖത്തെഴുത്തും ചമയങ്ങളും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. 20 സ്ത്രീകളും 10 പുരുഷന്മാരും അടങ്ങുന്ന 30 സംഘമായിട്ടാണ് ഇവിടെ പരിശീലനം നടത്തി വരുന്നത്. പരിപാടിയുടെ സമാപന സദസ്സ് മാവുങ്കാൽ വ്യാപാര ഭവനിൽ വെച്ചാണ് നടന്നത്. ബാലചന്ദ്രൻ കൊട്ടോടി സൊമനിയൂർ പ്രകാശനം നിർവഹിച്ചു. ശില്പം, മുഖത്തെഴുത്ത്, ചിത്രം ഇവയുമായി ഒരു ബന്ധമില്ലാത്ത വ്യക്തിയാണ്. അച്ഛൻ്റെ കലകളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇതുകൂടാതെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്യുന്നത് ഒരു മോട്ടിവേഷൻ ട്രെയിനർ, നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് പോകുന്ന വ്യക്തി എന്ന് മാത്രമാണ്. അല്ലാതെ മറ്റേ ശില്പത്തെക്കുറിച്ചൊന്നും പറയാൻ എനിക്കറിയില്ല. അത് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഞാനും ക്ഷണിച്ച് നന്ദി. ഒരുപക്ഷെ ഈ സംരംഭം തുടങ്ങുമ്പോൾ എനിക്ക് വാട്സാപ്പിൽ അതിൽ മെസ്സേജ് അയച്ചിരുന്നു. ഞാനത് ഒരുപാട് ഷെയർ ചെയ്തിരുന്നത്. പക്ഷെ ആ ഭാഗത്തുനിന്നാലും ഇല്ലാത്ത സങ്കടമുണ്ട്. ഞാൻ നിങ്ങളവിടെ കൂടെ ഇരിക്കേണ്ട ആളായിരുന്നു പഠിതാവായിട്ട്. കാരണം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും പുനർജി അനിയൻ ചെയ്യുമ്പോൾ അത് വ്യത്യസ്തത ഉണ്ടാവുന്ന ഉറപ്പാണ്. മേഡം പറഞ്ഞിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഈ കൊത്തുപണി അല്ലെ ഒളി പിടിക്കാത്ത കൈകളെ കൊണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ കുറ്റം പറയുന്നില്ല കേട്ടോ, പകുതി തന്നെയാണ്. പണ്ടേ പകുതിയാണ്, ഇപ്പോഴും തുല്യതയുണ്ട്. പിന്നെ തുല്യത കൊണ്ട് പൊരുന്തിക്കും വേണ്ട, കരുതൽ മതി. ഇതൊരു കരുതലാണ്. ദർശന രാഘവൻ അധ്യക്ഷത വഹിച്ചു. MV മധു, ഹർഷൻ PP, ശോഭ എന്നിവർ സംസാരിച്ചു. അനിൽ കാർത്തിക സ്വാഗതവും വിനോദൻ KG നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ അജാനൂരിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സബ് ജില്ലാതലത്തിൽ കലാകായിക ശാസ്ത്രമേളകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും രക്ഷിതാക്കൾക്കുള്ള പാരന്റിംഗ് ക്ലാസും നടത്തി. ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ അജാനൂരിൽ വിജയോത്സവവും പാരന്റിംഗ് ക്ലാസും നടത്തി. സബ് ജില്ലാ തലത്തിൽ കലാകായിക ശാസ്ത്രമേളകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും രക്ഷിതാക്കൾക്കുള്ള പാരന്റിംഗ് ക്ലാസും നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര വിതരണവും സ്കൂൾ വികസന സമിതി അംഗവും പൂർവ്വ വിദ്യാർത്ഥിയുമായ M ഹമീദ് ഹാജി നിർവഹിച്ചു. അതോടൊപ്പം ഒരു മോട്ടിവേഷൻ ക്ലാസ് നടത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ എങ്ങനെ നമ്മൾ ഇനിയും വളർത്തണം, നല്ല നിലയിൽ വളർത്തുന്നതിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങളോട് അദ്ദേഹം പറയുന്നതായിരിക്കും. കൂടുതലായി ഞാൻ പറയുന്നില്ല. ഏതായാലും ഞാൻ പഠിച്ച സ്കൂള്, എൻ്റെ ഉപ്പ പഠിച്ച സ്കൂള്, ഈ സ്കൂളിൽ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ കൂടി പഠിച്ചതിൽ നമുക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാവരും മുൻകാലങ്ങളിൽ പഠിച്ച സ്കൂളുകൾ തന്നെയാണ്. ഇവിടെ നിന്ന് എത്രയോ ഡോക്ടർമാരും അതുപോലെ എത്രയോ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതുപോലെ എത്രയോ ഉദ്യോഗസ്ഥന്മാരൊക്കെ പഠിച്ചു കഴിഞ്ഞ സ്കൂളാണ്. ഇനിയും നമ്മുടെ സ്കൂള് കാലാകാലം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേടുന്നു. പ്രമുഖ ട്രെയിനറും ലിവ് ടു സ്മൈൽ ഡയറക്ടറുമായ ഇർഫാദ് മായ്പാടി ക്ലാസ് കൈകാര്യം ചെയ്തു. PTA പ്രസിഡന്റ് ഷംഷീർ B അധ്യക്ഷത വഹിച്ചു. വികസന സമിതി ചെയർമാൻ K കുഞ്ഞുമൊയ്തീൻ, PTA വൈസ് പ്രസിഡന്റുമാരായ ഷബീർ ഹസൻ, ഷാഹ്സാദ് ബാങ്സൻ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ ഗുലാം മുഹമ്മദ് MT സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഫൈസൽ PK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പ്രമുഖ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവും CITUവിൻ്റെ പ്രഥമ ജില്ലാ ജനറൽ സെക്രട്ടറിയും CPIM ജില്ലാ സെക്രട്ടറിയുമായിരുന്ന AK നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. യോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവും CITUവിൻ്റെ പ്രഥമ ജില്ലാ ജനറൽ സെക്രട്ടറിയും CPIM ജില്ലാ സെക്രട്ടറിയുമായിരുന്ന AK നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ യോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖരായ നേതാക്കളെല്ലാം കുറുകി നടത്താൻ വേണ്ടിയിട്ട് ഭരണകൂടം തയ്യാറായപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ കൂടിയായിരുന്നു AK എന്നുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായും തൊഴിലാളികളെ അവരുടെ സമർപ്പിതമായ ജീവിതം രാജ്യത്താകെയുള്ള അധ്വാനിക്കുന്ന ജനങ്ങളുടെ എല്ലാം മോചനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. ഇന്ത്യൻ ഭരണവർഗം കൃത്യമായിട്ട് അധ്വാനിക്കുന്ന ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് പല രീതിയിൽ പല ഭാവത്തിൽ നമ്മുടെ മുമ്പിൽ വരികയാണ്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ദീർഘകാലമായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട തൊഴിലാളി വിരുദ്ധ ചട്ടങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെയും നമുക്ക് സാധ്യമില്ലാതാക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ്. ലേബർ കോഡുകൾ പ്രാവർത്തികമാക്കുകയാണ്. അത് ജനങ്ങളുടെ മേൽ തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. സമാന്തരമായിട്ടാണ് ഇന്ത്യൻ നിയമ സംഹിതയാകെ തന്നെയും മാറ്റിയിട്ടുള്ളത്. സാധാരണഗതിയിൽ എല്ലാവരും ധരിച്ചു വെച്ചത്. P. ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. P. കമലാക്ഷൻ, KV രാഘവൻ, P. കാര്യമ്പു, V. ബാലകൃഷ്ണൻ, M. പൊക്ലൻ, T. ബാബു, രോഹിണി, P. തങ്കമണി, M. കൃഷ്ണൻ, T. കുട്യൻ, M. രാമൻ എന്നിവർ സംസാരിച്ചു. DV അമ്പാടി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പിനൊരുങ്ങി കാസർഗോഡ്. വിധിയെഴുത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത് 11,12,190 പേർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. കാസർഗോഡ് ജില്ലയിൽ വോട്ടെടുപ്പിനായുള്ള സാമഗ്രികളുടെ വിതരണം നടന്നു. ഭിന്നശേഷിക്കാർക്കായി റാമ്പ് സൗകര്യം, മോണിറ്ററിംഗ് സിസ്റ്റം. ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തുകളിലും ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സൗകര്യങ്ങൾ. കാസർഗോഡ് ബന്ദിയോട് സ്വദേശിയെ ദുബായിൽ കടൽ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. 2 പേരെ ദുബായ് പോലീസ് കസ്റ്റഡിയിലെടുത്തതായി വിവരം. കോൺഗ്രസിന്റെ പ്രധാന ശത്രു CPIM അല്ല, മുസ്ലിം ലീഗ് എന്ന് കോൺഗ്രസ് നേതാവ്. വീഡിയോ പ്രചരിച്ചത് കാസർഗോഡ് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. പാരിക്കാട് പുതിയപുര തറവാട്ടിൽ വയനാട്ട് കുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിനായുള്ള ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പന്നിക്ക് പിന്നാലെ മുള്ളൻ പന്നിയും. മൊഗ്രാൽ വലിയനാങ്കി റോഡിലെ K. മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടെ പറമ്പിലെ 15ഓളം തെങ്ങിൻ തൈകൾ മുള്ളൻ പന്നി നശിപ്പിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.